ശ്രീമന്നാരായണീയം ദശകം 25 നരസിംഹാവതാരം. ശ്ലോകം 3. ഗജാനന പത്മാർക്കം ഗജാനനമഹർനിശം അനേകദം തം ഭക്താനാം ഏകദന്തമുപാസ്മഹേ. സരസ്വതി നമസ്തുഭ്യം വരദേ ജ്ഞാനരൂപിണി വിദ്യാരംഭം കരിഷ്യാമി സിദ്ധിർഭവതു മേ സദാ. ഗുരുർബ്രഹ്മ ഗുരുർവിഷ്ണുർഗുരുർദേവോ മഹേശ്വര ഗുരുഃ സാക്ഷാത് പരം ബ്രഹ്മ തസ്മൈ ശ്രീ ഗുരവേ നമഃ. ഓം നമോ ഭഗവതേ വാസുദേവായ. തപ്തസ്വർണസവർണഘൂർണദാതിരൂക്ഷാക്ഷം സടാകേസര പ്രോത്കമ്പ പ്രനികുംഭിതാംബരമഹോ ജീയാത്തവേദം വപു വ്യാപ്തമഹാദരീ സഖമുഖം ഖഡ്ഗോഗ്രവൽഗൻ മഹാജിഹ്വാ നിർഗമദൃശ്യമാനസുമഹ ദംഷ്ട്രായുഗോഡാമരം. കഴിഞ്ഞ ശ്ലോകത്തില് നമ്മൾ കണ്ടു, ഹിരണ്യകശിപു തൂണിലേക്ക് ഒരു ഇടി കൊടുത്തപ്പോൾ അതിൽ നിന്നും ഭയങ്കരമായ ഒരു രൂപം പുറത്തേക്ക് വന്നു. മനുഷ്യരുമല്ല മൃഗവുമല്ലാത്ത ആ രൂപം അതിയായ കോപത്തോടുകൂടി നിന്ന ഹിരണ്യകശിപുവിന് ചെവികൾ രണ്ടും കൊട്ടി അടയ്ക്കപ്പെടുമാറ് വല്ലാത്തൊരു ഗർജനവും മുഴക്കി. പ്രപഞ്ചം മുഴുവനും ഇളകി മറിഞ്ഞു ആ ശബ്ദത്തിന്റെ ഇതുകൊണ്ട്. എഴുന്നു നിൽക്കുന്ന വെളുത്ത കൂർത്ത രോമങ്ങൾ നിറഞ്ഞ ശരീരം പിന്നെ പതുക്കെ വളരുവാൻ തുടങ്ങി. തപ്ത ഉരുക്കിയ സ്വർണത്തിന്റെ സവർണ നിറമുള്ളവയും ഉരുക്കിയ സ്വർണത്തിന്റെ നിറമുള്ളവയും ഘൂർണത് അതിരൂക്ഷാക്ഷം. ഇവിടെ അതിരൂക്ഷങ്ങൾ എന്ന് പറഞ്ഞാൽ തറയ്ക്കുന്ന നോട്ടങ്ങൾ ഏൽപ്പിക്കുന്ന അത്യുഗ്രങ്ങളുമായ കണ്ണുകളോടുകൂടി ഉരുട്ടി മിഴിച്ച, ഇവിടെ ഉരുക്കിയ സ്വർണത്തിന്റെ നിറമുള്ളവയും ഉരുട്ടി മിഴിച്ചവയും അത്യുഗ്രങ്ങളുമായിട്ടുള്ള ആ കണ്ണുകളോട് കൂടിയതും, അതായത് വട്ടം കറങ്ങുന്ന കൃഷ്ണമണികളോട് കൂടിയതും എന്നുള്ള അർത്ഥം എടുക്കാം. അവിടെ തറയ്ക്കുന്ന നോട്ടങ്ങളാണ് അതിൽ നിന്നും പുറത്തേക്ക് വരുന്നത്. അങ്ങനെയുള്ള കണ്ണുകളോട് കൂടിയതും സടാകേസര ജട പിടിച്ചോണം ചിടകെട്ടിയ കഴുത്തിലെ രോമങ്ങള് നിന്നെ പ്രോത്കമ്പ പ്രനികുംഭിത അംബരം. ഇവിടെ പ്രോത്കമ്പ ഈ രോമങ്ങള് കഴുത്തിലെ രോമങ്ങൾ അങ്ങോട്ട് ഉയർന്നങ്ങോട്ട് നിന്ന് കഴിഞ്ഞപ്പോഴേക്ക് പ്രനികുംഭിത അംബരം, അംബരം ആകാശത്തെ, പ്രനികുംഭിത പ്രോത്കമ്പ പ്രനികുംഭിതാംബരം മറയ്ക്കപ്പെട്ട ആകാശത്തോടു കൂടിയതുമായി മാറി. കാരണം വെച്ചാൽ ആകാശം മുഴുവൻ മൂടത്തക്ക വിധത്തില് ഈ രോമങ്ങൾ എഴുന്നു നിന്നു എന്നർത്ഥം. അങ്ങനെ ആകാശത്തെ മുഴുവനും മൂടിക്കളയുന്നതായ ആ രോമങ്ങളോട് കൂടിയതും, പിന്നെ വ്യാപ്ത ഇവിടെ തുറന്നങ്ങോട്ട് പിടിച്ചപ്പോൾ അല്ലെങ്കിൽ തുറന്നപ്പോൾ വ്യാപ്ത മഹാദരീ സഖമുഖം. സഖ എന്ന് പറഞ്ഞ ഇവിടെ കൂടി എന്നുള്ളൊരു അർത്ഥമാണ്. വലിയ വിസ്താരമേറിയ ഒരു ഗുഹയ്ക്ക് സമാനമായിട്ട് ഗുഹ പോലെ ആയി തീർന്ന വായോട് മുഖം, വായയോട് കൂടിയതും. അപ്പൊ വായ അങ്ങോട്ട് തുറന്നു കഴിഞ്ഞപ്പോഴത്തേക്കും ഇവിടെ ഒരു വലിയ ഗുഹയ്ക്ക് തുല്യമായി തീർന്നു. ജട കെട്ടിയ ആ രോമങ്ങളെല്ലാം കൂടെ എഴുന്നു നിന്നു ആകാശം മുഴുവൻ മൂടുന്ന പോലെയായി. പിന്നെ ഖഡ്ഗ ഉഗ്ര വൽഗൻ മഹാജിഹ്വ. ഇവിടെ വാൾ പോലെ, ഖഡ്ഗം മൂർച്ചയേറിയ വാള് പോലെ. വൽഗൻ എന്ന് പറഞ്ഞാൽ ഇവിടെ വിറയ്ക്കുന്ന എന്നുള്ള അർത്ഥത്തിലാണ്. അതായത്
ചുഴലുന്ന, ആടിക്കളിക്കുന്ന, അതിങ്ങനെ വിറച്ചുകൊണ്ടിരിക്കുകയാണ്. വായിൽ നിന്ന് ഭയങ്കരമായ താഴേക്ക് എങ്ങനെ തൂങ്ങിക്കിടന്നു ആ വലിയ വായ അങ്ങോട്ട് പുറത്തേക്ക്, ജിഹ്വാമായ നിർഗമ, പുറത്തേക്ക് അങ്ങോട്ട് വന്നപ്പോൾ, നീട്ടിയപ്പോൾ, ദൃശ്യമാന, കാണപ്പെടുന്ന. അപ്പോഴെന്താണ് കാണുന്നത്? കൂടാതെ സുമഹാദംഷ്ട്രായുഗ, ഇവിടെ രണ്ട് വലിയ ദംഷ്ട്രകളാൽ ഉഡ്ഡാമരം, അതിഭീഷണം, അതിഭയങ്കരമായ രൂപമായി. അപ്പോൾ ജഡയെല്ലാം കൂടെ എഴുന്നു നിന്നു. വലിയൊരു രൂപമാണ് ഇപ്പൊ ശരീരം. ആ ജഡയെല്ലാം കൂടെ എഴുന്നു നിന്നു. ഇവിടെ സിംഹത്തിന്റെ മുഖമാണ് ഭഗവാൻ, തലയാണ് സിംഹത്തിന്റെ. അപ്പൊ ആ ജഡ മുഴുവനും അവിടെ എഴുന്നു നിന്നു. വായങ്ങോട്ട് തുറന്നു കഴിഞ്ഞപ്പോൾ ഒരു വലിയ ഗുഹയ്ക്ക് സമാനമായി. കണ്ണുകളെല്ലാം ഉരുക്കിയ സ്വർണം പോലെ ഉരുട്ടി മിഴിച്ച് എല്ലാവരെയും തറച്ചാണ് നോക്കുന്നത്. നാക്ക് പുറത്തേക്ക് കൂടിയ വാള് പോലെ അങ്ങോട്ട് നീട്ടിക്കഴിഞ്ഞപ്പോൾ വലിയ രണ്ട് ദംഷ്ട്രകളും കൂടി അങ്ങോട്ട് തെളിഞ്ഞു. അങ്ങനെ ഏറ്റവും ഭയങ്കരമായ രൂപമായി തീർന്നു. പിന്നെ അഹോ, ഇവിടെ അത്യാശ്ചര്യകരവുമായ തവ ഇതം വപു, അവിടുത്തെ ഈ സ്വരൂപം ജീയാതെ ജയിക്കുമാറാകണമേ. പിന്നെ പ്രണികുംഭിതാംബരം, ഇവിടെ മറയ്ക്കപ്പെട്ട, ഇവിടെ കുംഭിതം എന്ന് പറഞ്ഞാൽ മറയ്ക്കുന്ന എന്നുള്ള അർത്ഥമാണ്. മറച്ചു വച്ചിരിക്കുന്ന പോലെ, ആകാശം മുഴുവൻ മറയ്ക്കപ്പെട്ട പോലെയായി ആ ജഡ അങ്ങോട്ട് ഉയർന്ന് വന്നു കഴിഞ്ഞിട്ടുണ്ട്. കണ്ണുകളൊക്കെ അങ്ങോട്ട് സ്വർണ്ണം ഉരുക്കി എങ്ങനെ ഇരിക്കുക അതുപോലെ അങ്ങോട്ട് ഉരുട്ടി മിഴിച്ചു കണ്ണുകളെല്ലാം. അങ്ങനെയാണ് ആ കണ്ണുകളുടെ കൃഷ്ണമണിയൊക്കെ ഇരിക്കുന്നത്. മറ്റുള്ളവരുടെ നേരേക്ക് തറയ്ക്കുന്ന നോട്ടങ്ങളാണ്. വായ അങ്ങോട്ട് തുറന്നപ്പോൾ വലിയ ഗുഹയ്ക്ക് സമാനമായി. രോമങ്ങളെല്ലാം കഴുത്തിൽ അങ്ങോട്ട് എഴുന്നു നിന്നു. ആകാശം മുഴുവൻ മൂടിപ്പോയോണായി. വാളുപോലെ വലിയ നാക്കങ്ങോട്ട് പുറത്തേക്ക് നീണ്ടു. അപ്പോൾ വലിയ രണ്ട് ദംഷ്ട്രങ്ങൾ കാണാം. അങ്ങനെ അത്യന്തം ഭീകരമായിട്ടുള്ള ഭഗവാന്റെ ഈ നരസിംഹ രൂപം ജയിക്കട്ടെ എന്ന് മേൽപ്പത്തൂർ ഭഗവാനോട് പറയണം. നമുക്കും പ്രാർത്ഥിക്കാം. ഭഗവാനേ, ഗുരുവായൂരപ്പ, നരസിംഹമൂർത്തേ, സർവത്ര ഗോവിന്ദ നാമ സങ്കീർത്തനം, ഗോവിന്ദ ഗോവിന്ദ.